എന്റെ എബ്രോഡിലുള്ള ഇംഗ്ലീഷ് സാർ എനിക്ക് ഗ്രാമറിന്റെ ഇത് എഴുതി തന്ന എനിക്ക് അയച്ചു തന്നു. ഇംഗ്ലീഷ് സാർ എന്ന് പറഞ്ഞാൽ പോലെ അബ്രോഡിലുള്ള ഇംഗ്ലീഷ് സാറിന്റെ ആവശ്യമില്ലായിരുന്നു. അതങ്ങനെ എവിടെ അബ്രോഡ് എവിടെ ചെന്നൈ അതിൽ എന്റെ ഇന്റർവ്യൂവിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. ഒരിക്കലുമില്ല. പിന്നെ അങ്ങനെ തന്നെ ഈ വലിയ ലോറിയൊക്കെ ഓടുന്നതേ അതിൽ വെച്ച നാരങ്ങയ്ക്ക് എന്ന് പറഞ്ഞ നാരങ്ങയ്ക്ക് ഒരു അഹങ്കാരമുണ്ട്. അതുപോലെ ഭക്ഷണശേഷം വലിയ കരിയർ ലോറിയൊക്കെ ഓടുന്നത് അതിൽ വെച്ചാണ് നാരങ്ങ കൊണ്ടാണ്, എഞ്ചിനും ഒന്നുമല്ല. അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞത് എന്റെ ഇന്റർവ്യൂ ഉണ്ട്. എന്താ ഈ കണ്ണടയൊക്കെ വെച്ചിരിക്കുന്നത്? കൽക്കി 3D പടം കാണാൻ വേണ്ടി അവിടെ അടിച്ചോണ്ട് സ്വന്തം ക്ലാസ് ആണല്ലേ അത് വന്നു. അല്ല ഇത് സ്വന്തം തന്നെ. ഇത് ബ്രാൻഡ് എല്ലാം തോന്നും, പക്ഷെ ഇത് പുതിയ ബ്രാൻഡാണ്. പേരല്ലേ നിനക്ക് ഇന്ദ്രധനുഷ്. അതെന്താ വിനീതേട്ടനോട് ഞാൻ ചോദിച്ചു പറഞ്ഞു, എടാ ഇവൻ ഇത്തിരി വളഞ്ഞിട്ടാ, അപ്പൊ റെയിൻബോ ഇന്ദ്രധനുഷ് അങ്ങനെയാണ് പേര്. നീ നേരെ സാറിന് എല്ലാ വർഷത്തിലും ഈ പറഞ്ഞ 3-4 വട്ടം വിളിച്ച് സാർ എനിക്കൊരു അവസരം തരണം, എനിക്കൊരു അവസരം തരണം എന്നൊക്കെ ചോദിച്ചു. ഓക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത സ്വാമി സാർ ഡയറക്റ്റ് ആകുമ്പോൾ ഇവൻ നായകൻ. ഒരു ബ്രാൻഡാണ് എസ് എൻ സ്വാമി സാർ. മമ്മൂക്കയെ ലാലേട്ടൻ, ഞങ്ങൾ വെച്ച് മമ്മൂക്കയെ ലാലേട്ടനൊക്കെ ആയിരിക്കും. ഞാൻ പറയും എടാ എവിടെ ചെന്നാലും ഇവൻ തന്നെ. എന്നെ തന്നെ എന്തിനാണ് ആലോചന നടന്നത്? അതിന് 2 സീൻ സാർ എന്ത് പറ്റി, എന്തിനാണ് ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് സാറിന് എന്റെ ഇനിയും എക്സ്പ്രഷൻസ് ബാലൻസ് ഉണ്ടെന്ന് തോന്നിയിരുന്നു.